ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മുരിങ്ങയില തോരനാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മുരിങ്ങയില തോരനാണ്. അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുരിങ്ങയില തോരൻ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ മുരിങ്ങയില ആ തണ്ടയിൽ നിന്ന് ചെറുതായിട്ട് ഇത് അടർത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവോള, ഒരു ചെറിയ സവോള, മീഡിയം സൈസ് സവോള നമുക്ക് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ മുരിങ്ങയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ചേർക്കാതെ ആക്കാം, തേങ്ങ ചേർത്തിട്ടും ആക്കാം. ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഈ മുരിങ്ങയില നമ്മൾ ഒത്തിരി സമയം നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണമെന്നില്ല. ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. അതാണ് ഒത്തിരി ഗുണം. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാനിപ്പോൾ തീ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടും. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മുരിങ്ങ, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലക്കറിയിൽപ്പെട്ടതാണ് മുരിങ്ങയില. അത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഒരു 5 മിനിറ്റ് എടുത്തുള്ളൂ ഈ മുരിങ്ങയില തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്